ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അമേരിക്കൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ്. ചില കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ പൗരത്വം റദ്ദാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഈ നിയമം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ നിയമം എങ്ങനെയാണ് നടപ്പാക്കുക, ഇത് ആരെയാണ് ബാധിക്കുക എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറലൈസ്ഡ് അമേരിക്കൻസ് ആരാണെന്നാണ്. അമേരിക്കയിൽ ജനിക്കാത്ത എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പൗരത്വം നേടിയ ആളുകളെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. കുറഞ്ഞത് 5 വർഷമെങ്കിലും അമേരിക്കയിൽ താമസിക്കുകയും പൗരത്വ പരീക്ഷ പാസ്സാകുകയും ചെയ്താൽ ഇവർക്ക് പൗരത്വം ലഭിക്കും. അമേരിക്കയിൽ ഏകദേശം 2.5 കോടിയിലധികം വരെ ജനസംഖ്യ ഇത്തരത്തിൽ പൗരത്വം നേടിയവരാണ്. 2025 ജൂൺ 11 പുറത്തിറങ്ങിയ ഒരു പുതിയ രേഖയനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൗരത്വം റദ്ദാക്കാൻ സർക്കാരിന് അധികാരം ലഭിക്കും. ഒരാൾ നിയമവിരുദ്ധമായി പൗരത്വം നേടിയെന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ച് പൗരത്വം നേടിയെന്ന് കണ്ടെത്തിയാൽ അയാളുടെ പൗരത്വം റദ്ദാക്കാൻ സർക്കാരിന് കഴിയും. ഈ നിയമം പ്രധാനമായും രാജ്യത്തിന് ഭീഷണിയാകുന്നവരെയാണ് ലക്ഷ്യമിടുന്നത്. യുദ്ധ കുറ്റകൃത്യങ്ങൾ, നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ഗ്യാങ് അംഗങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരാൾക്കും ഈ നിയമം ബാധകമാണ്. ഇതുകൂടാതെ കുടിയേറ്റ ഫോമുകളിൽ തെറ്റായ വിവരങ്ങൾ നൽകുക, സാമ്പത്തിക തട്ടിപ്പ്, ആരോഗ്യപരമായ തട്ടിപ്പ് എന്നിവയിലും പൗരത്വം റദ്ദാക്കാൻ സാധിക്കും. സാധാരണ ക്രിമിനൽ കേസുകളിൽ പ്രതിക്ക് ഒരു അഭിഭാഷകന്റെ സഹായം ലഭിക്കാറുണ്ട്. എന്നാൽ ഈ പുതിയ നിയമമനുസരിച്ച് പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട സിവിൽ നടപടിക്രമങ്ങളിൽ പ്രതിക്ക് അഭിഭാഷകന്റെ സഹായം ലഭിക്കണമെന്നില്ല. മാത്രമല്ല, കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലും പൗരത്വം റദ്ദാക്കാൻ ഇത് സർക്കാരിന് അധികാരം നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ പുതിയ നിയമം എങ്ങനെ നടപ്പാക്കും എന്നതിന് ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് എല്ലിയോട്ട് ഡുക്ക് എന്ന ബ്രിട്ടീഷ് പൗരന്റെ കേസ്. അമേരിക്കൻ സൈനികനായിരുന്ന ഇയാൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വിതരണം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. പൗരത്വത്തിന് അപേക്ഷിച്ചപ്പോൾ ഈ വിവരം മറച്ചുവെച്ചതിന് ജൂൺ 13 ഒരു ഫെഡറൽ ജഡ്ജി ഇയാളുടെ പൗരത്വം റദ്ദാക്കാൻ ഉത്തരവിട്ടു. ഈ പുതിയ നിയമത്തെക്കുറിച്ച് പല കുടിയേറ്റ അഭിഭാഷകരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് പൗരത്വം നേടിയ ആളുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുമെന്ന് അവർ പറയുന്നു. ഇമിഗ്രേഷൻ ലീഗൽ റിസോഴ്സ് സെന്ററിലെ പോളിസി ഡയറക്ടറായ സമീറ ഹഫീസ് പറയുന്നത് ഈ നിയമം അമേരിക്കൻ പൗരന്മാരെ രണ്ടാം തരക്കാരായി കാണാൻ ഇടയാക്കുമെന്നാണ്. ജന്മന അമേരിക്കൻ പൗരന്മാർക്ക് ലഭിക്കുന്ന സംരക്ഷണം നാച്ചുറലൈസ്ഡ് സിറ്റിസൺസിന് ലഭിക്കണമെന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ നിയമം നടപ്പാക്കുന്ന ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ സിവിൽ റൈറ്റ്സ് ഡിവിഷനിലും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വംശീയ വിവേചനത്തിനെതിരെ പോരാടുന്ന ഈ വിഭാഗത്തിന് ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്തെ ചില നയങ്ങൾ നടപ്പിലാക്കാൻ ചുമതല നൽകിയിരുന്നു. ഇത് ആഭ്യന്തരമായി പ്രശ്നങ്ങളുണ്ടാക്കുകയും നിരവധി അഭിഭാഷകർ ഏജൻസി വിട്ടുപോകുന്നതിനും കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയിൽ വരാനിരിക്കുന്ന ഈ പുതിയ പൗരത്വ നിയമം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. നാച്ചുറലൈസ്ഡ് സിറ്റിസൺസിൻ്റെ അവകാശങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും രാജ്യത്ത് എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കിയാണ് പലരും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.